അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 8ാമത്തെ പാഠം ഉത്തുലുബ് മത്താബൻ അറബി പാഠമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വായിച്ച് അർത്ഥം വെക്കാം. തൗബയെക്കുറിച്ചാണ് പറയുന്നത്. ദോഷങ്ങൾ ചെയ്താൽ ദോഷം പൊറുപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമാണല്ലോ തൗബ ചെയ്യുക എന്നത്. ആ തൗബക്ക് 4 നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കാൻ പോകുന്നത്. ഉത്തുലുബ് മത്താബൻ എന്ന് പറഞ്ഞാൽ നീ തൗബയെ തേടുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ബൈത്ത് അർത്ഥം വെക്കാം. ഉത്തുലുബ് മത്താബൻ ബിന്നദാമത്തി മുഖ്ലിഅ വബിഅസ്മി തർക്കി ദംബി ഫീമ ഇസ്തഖ്ബലാ. ഉത്തുലുബ് മത്താബൻ നീ തൗബയെ തേടുക, നീ തൗബ ചെയ്യുക. ഭിന്നദാമത്തി ഒന്നാമത്തെ നിബന്ധന പറയുന്നു. ഭിന്നദാമത്തി ഖേദത്തോടുകൂടെ. ഭിന്നദാമത്തി ഖേദത്തോടുകൂടെ ആയിരിക്കണം നീ തൗബ ചെയ്യേണ്ടത്. ആ തെറ്റ് ഞാൻ ചെയ്തു പോയല്ലോ എന്നൊരു ഖേദം നിൻ്റെ മനസ്സിൽ വേണം എപ്പോഴും. രണ്ടാമത്തെ നിബന്ധന എന്താണ്? മുഖ്ലിഅൻ ആ ദോഷത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാകണം. ഉത്തുലുബ് മത്താബൻ നീ തൗബയെ തേടുക. ഭിന്നദാമത്തി ഖേദത്തോടെ. ഒന്നാമത്തെ നിബന്ധന ഖേദത്തോടു കൂടെയായിരിക്കണം നീ തൗബ ചെയ്യേണ്ടത്. മുഖ്ലിഅൻ രണ്ടാമത്തെ നിബന്ധന പറയുന്നത് ആ ദോഷത്തിൽ നിന്ന് പൂർണ്ണമായും നീ ഒഴിവാകണം. മൂന്നാമത്തെ നിബന്ധന എന്താണ്? വബിഅസ്മി തർക്കി ദംബി ഫീമ ഇസ്തഖ്ബലാ. ഭാവിയിൽ പാപം ഉപേക്ഷിക്കുമെന്ന ദൃഢനിശ്ചയം വേണം. വബിഅസ്മി തർക്കി ദംബി ഫീമ ഇസ്തഖ്ബലാ വരുംകാലങ്ങളിൽ തെറ്റ് ചെയ്യില്ല എന്ന ഒരു ഉറപ്പ് വേണം. മൂന്നാമത്തെ നിബന്ധനയാണ്. ഒന്നാമത്തെ നിബന്ധന പറഞ്ഞത് ഖേദം വേണം. ചെയ്തു പോയ തെറ്റിൽ നീ ഖേദിക്കണം. ആ തെറ്റ് ഞാൻ ചെയ്തു പോയല്ലോ എന്നൊരു ഖേദം നിനക്ക് വേണം. രണ്ടാമത്തത് പറഞ്ഞത് മുഖ്ലിഅൻ ആ ദോഷത്തിൽ നിന്നും പൂർണ്ണമായും നീ ഒഴിവാകണം. മൂന്നാമത്തെ നിബന്ധന വബിഅസ്മി തർക്കി ദംബി ഫീമ ഇസ്തഖ്ബലാ ഭാവിയിൽ വരുംകാലങ്ങളിൽ ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന ദൃഢനിശ്ചയം വേണം. നാലാമത്തെ നിബന്ധന എന്താണ്? വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി ജനങ്ങളുമായുള്ള ബാധ്യതകളെ ഒഴിവാക്കുക. ജനങ്ങളുമായുള്ള എല്ലാ ബാധ്യതകളെയും ഒഴിവാക്കണം. അതെങ്ങനെയാ ജനങ്ങളുമായിട്ടുള്ള ബാധ്യതകൾ? നീ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവരോട് നീ ഇണങ്ങണം, പൊരുത്തപ്പെടിയിക്കണം. ആരുടെയെങ്കിലും വസ്തുക്കൾ നീ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു നൽകി അവരോട് നീ പൊരുത്തപ്പെടിയിക്കണം. അതല്ലെങ്കിൽ ആരോടെങ്കിലും നീ വേണ്ടാത്തത് പറഞ്ഞ് ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോടത് പറഞ്ഞ് പൊരുത്തപ്പെടിച്ചതിന് ശേഷമായിരിക്കണം നീ തൗബ ചെയ്യേണ്ടത്. അതാ പറഞ്ഞത് ജനങ്ങളുമായുള്ള ബാധ്യതകളിൽ നിന്ന് നീ ഒഴിവാകണം. ഇങ്ങനെ 4 നിബന്ധനകൾ. വലിഹാദിഹിൽ അർക്കാനി ഫർഅ വകമ്മില. വലിഹാദിഹിൽ അർക്കാനി ഈ പറഞ്ഞ റുക്നുകളെ, ഈ പറഞ്ഞ നിബന്ധനകളെ ഫർഅ നീ സൂക്ഷിച്ചോ. ഈ 4 റുക്നുകളെ നീ സൂക്ഷിച്ചോ, നിബന്ധനകളെ നീ സൂക്ഷിച്ചോ. വകമ്മില അവകളെ പൂർണ്ണമായി പാലിക്കുകയും ചെയ്തോ. അവകളെ പൂർണ്ണമായിട്ട് നീ പാലിക്കുകയും വേണം. ഈ പറഞ്ഞ 4 നിബന്ധനകൾ നീ ശ്രദ്ധിക്കുകയും വേണം, അവകളെ പൂർണ്ണമായി പാലിക്കുകയും വേണം. ഒന്നാമത്തെ നിബന്ധന എന്താ? തൗബയുടേത് പറഞ്ഞത് തെറ്റ് ചെയ്തു പോയതിൽ ഖേദിക്കുക. രണ്ടാമത്തേത് പറഞ്ഞത് ദോഷങ്ങളിൽ നിന്ന് വിരമിക്കുക, ദോഷങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകുക. മൂന്നാമത്തേത് ഇനി തെറ്റ് ചെയ്യില്ല എന്ന ദൃഢനിശ്ചയം ചെയ്യുക. നാലാമത്തേത് ജനങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റുകളാണെങ്കിൽ അവരോട് പൊറുപ്പിക്കുക. ഈ 4 നിബന്ധനകളും പാലിച്ചുകൊണ്ടായിരിക്കണം നീ തൗബ ചെയ്യേണ്ടത്. വഖ്നഅ ബിതർക്കിൽ മുസ്തഹാ വൽ ഫാഖിരി മിൻ മത്അമിൻ വമലാബിസിൻ വമനാസില മൻ യത്ലബ മാ ലൈസ യഅനീഹി ഫഖദ് ഫതല്ലദീ യഅനീഹി മിൻ ഗൈരി ഇത്തിലാ. വഖ്നഅ നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. വഖ്നഅ നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. എങ്ങനെയാണ്? ബിതർക്കിൽ മുസ്തഹാ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കൽ കൊണ്ട് ഉള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെടണം. മറ്റുള്ളവർ വലിയ വീട് കയറ്റുമ്പോൾ നിനക്ക് വലിയ വീട് കയറ്റണമെന്ന ആഗ്രഹത്തോടു കൂടെ നീ ജീവിക്കണ്ട. ഉള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെട്ടാൽ മതി. മറ്റുള്ളവൻക്ക് വലിയ കാറ് കാണുമ്പോൾ, അതല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ കയ്യിൽ ഐഫോൺ കാണുന്ന സമയത്ത് നിനക്കും അതേപോലെയുള്ള ഫോൺ വേണം. മുന്തിയ ഫോൺ കാണുന്ന സമയത്ത് നിനക്കും അതുപോലെയുള്ള ഫോണുകൾ വേണം എന്ന ആഗ്രഹത്തെ നീ ഒഴിവാക്കുക. എന്നിട്ട് ഉള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെടുക. വൽ ഫാഖിരി അതുപോലെ തന്നെ മുന്തിയതിനെയും നീ ഉപേക്ഷിക്കുക. ഏതെല്ലാം കാര്യങ്ങളാണ്? ഉദാഹരണത്തിന് പറയുന്നു മിമ്മത്അമിൻ വമലാബിസിൻ വമനാസില. മിമ്മത്അമിൻ
ഭക്ഷണത്തിലുള്ള നിൻ്റെ ആഗ്രഹങ്ങളെ നീ വെടിഞ്ഞ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. വ മലാബിസിൻ വസ്ത്രത്തിലുള്ള നിൻ്റെ ആഗ്രഹത്തെ വെടിഞ്ഞ് അതുപോലെ തന്നെ മുന്തിയതിനെയും വെടിഞ്ഞ് ഉള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെടുക. വ മനാസില നിൻ്റെ വീടിൻ്റെ കാര്യത്തിൽ മുന്തിയതും നിൻ്റെ ആഗ്രഹത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് നീ എങ്ങനെ ജീവിക്കുക? ഉള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെട്ട് ജീവിക്കുക. മയ്യത്തുലുബമ്മാ ലൈസ യഅനീഹി ഫഖദ് ഫാതല്ലദീ യഅനീഹി മിൻ ഗൈരി ഇഖ്തിലാ. മയ്യത്തുലുബൻ മാ ലൈസ യഅനീഹി മയ്യത്തുലുബൻ ആരെങ്കിലും തേടിയാൽ മാ ലൈസ യഅനീഹി അവനക്ക് ആവശ്യമില്ലാത്തതിനെ ആരെങ്കിലും തേടിയാൽ ആവശ്യമില്ലാത്ത വസ്തുവിൻ്റെ പിറകിൽ ആരെങ്കിലും പോയാൽ ഫഖദ് ഫാതല്ലദീ യഅനീഹി തീർച്ചയായിട്ടും അവനക്ക് ആവശ്യമുള്ളത് നഷ്ടപ്പെടുന്നതാണ്. ഫഖദ് ഫാതല്ലദീ യഅനീഹി അവനക്ക് ആവശ്യമുള്ളത് നഷ്ടപ്പെടുന്നതാണ്. മിൻ ഗൈരി ഇഖ്തിലാ അതിൽ ഒരു സംശയവും വേണ്ട, നിസ്സംശയം. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നീ തേടിപ്പോയി കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെടുന്നതാണ്. മയ്യത്തുലുബൻ മാ ലൈസ യഅനീഹി ഫഖദ് മയ്യത്തുലുബൻ ആരെങ്കിലും തേടിയാൽ മാ ലൈസ യഅനീഹി അവനക്ക് ആവശ്യമില്ലാത്തതിനാരെങ്കിലും തേടിയാൽ ഫഖദ് ഫാതല്ലദീ യഅനീഹി തീർച്ചയായിട്ടും അവനക്ക് ആവശ്യമുള്ളത് നഷ്ടപ്പെടുന്നതാണ്. മിൻ ഗൈരി ഇഖ്തിലാ ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല, നിസ്സംശയം. ആവശ്യമില്ലാത്തതിനെ തേടിയാൽ ആവശ്യമുള്ളത് അവനക്ക് നഷ്ടപ്പെടുന്നതാണ്. വതഅല്ലുമൻ ഇൽമൻ യുസഹിഹു ത്വാഅതൻ വഅഖീദതൻ വമുസക്കിയൽ ഖൽബി സ്കുലാ. വതഅല്ലുമൻ ഇൽമൻ അറിവിനെ നീ പഠിക്കുക. തഅല്ലമൻ നീ പഠിക്കുക, ഇൽമൻ അറിവിനെ നീ പഠിപ്പിക്കുക. എങ്ങനത്തെ അറിവാണ്? യുസഹിഹു ത്വാഅതൻ ആരാധനയെ നന്നാക്കുന്ന ഇൽമ് നീ പഠിക്കുക, അതായത് ഫിഖ്ഹ് നീ പഠിക്കുക. വഅഖീദതൻ വിശ്വാസത്തെ നന്നാക്കുന്ന അറിവ് നീ പഠിക്കുക, അതായത് അഖീദ നീ പഠിക്കുക, വിശ്വാസം നന്നാക്കുന്ന അറിവ് നീ പഠിക്കുക. വമുസക്കിയൽ ഖൽബി ഹൃദയത്തെ സംസ്കരിക്കുന്ന അറിവ് നീ പഠിക്കുക. വമുസക്കിയൽ ഖൽബി ഹൃദയത്തെ സംസ്കരിക്കുന്ന അറിവ് നീ പഠിക്കുക, അഥവാ തസവ്വുഫ് നീ പഠിക്കുക. ഉസ്കുല വമുസക്കിയൽ ഖൽബി ഉസ്കുല. എന്താ ഉസ്കുല എന്ന് പറഞ്ഞാൽ ഈ വിജ്ഞാനങ്ങൾ കൊണ്ട് നിൻ്റെ ഹൃദയത്തെ നീ എന്ത് ചെയ്യുക? കടഞ്ഞു തിളക്കമുള്ളതാക്കുക. ഈ വിജ്ഞാനങ്ങൾ കൊണ്ട് നിൻ്റെ ഹൃദയത്തെ നീ കടഞ്ഞു തിളക്കമുള്ളതാക്കുക. അപ്പം നീ എന്തൊക്കെ പഠിക്കണം എന്നാണ് പറഞ്ഞത്? ഫിഖ്ഹ് പഠിക്കണം, ആരാധനയെ നന്നാക്കുന്ന ഫിഖ്ഹ് നീ പഠിക്കണം, വിശ്വാസം ശരിപ്പെടുത്തുന്ന അഖീദ നീ പഠിക്കണം, ഹൃദയം സംസ്കരിക്കുന്ന തസവ്വുഫ് നീ പഠിക്കണം. ഹാദി സലാസതു ഫർളു ഐനിൻ ഫഅരിഫൻ വഅമൽ ബിഹാ തഹ്സുൽ നജാതും വഅതിലാ. ഹാദി സലാസതു ഈ മൂന്ന് അറിവുകളുണ്ടല്ലോ, ഇപ്പോൾ പറഞ്ഞ ഫിഖ്ഹ്, അഖീദ, തസവ്വുഫ്, ഈ പറഞ്ഞ മൂന്ന് അറിവുകൾ ഫർളു ഐനിൻ ഫഅരിഫൻ ഓരോരുത്തരും പഠിക്കൽ അത് നിർബന്ധമാണ്, ഫർള് ഐനാണ്. ഓരോരുത്തരും ഈ ഇൽമുകളെ കരസ്ഥമാക്കൽ ഫർള് ഐനാണ്. വഅമൽ ബിഹാ അറിവുകൾ കരസ്ഥമാക്കിയാൽ മാത്രം പോരാ, വഅമൽ ബിഹാ അതുകൊണ്ട് അമലും ചെയ്യണം. എന്നാൽ തഹ്സുൽ നജാതും വഅതിലാ എന്നാൽ പരലോകത്ത് രക്ഷയും ഉയർച്ചയും കരസ്ഥമാകും. തഹ്സുൽ നിനക്ക് കരസ്ഥമാകും, നജാത്തുൻ രക്ഷ കരസ്ഥമാകും, വഅതിലാ ഉയർച്ചയും കരസ്ഥമാകും. എന്നാൽ നിനക്ക് പരലോകത്ത് രക്ഷയും ഉയർച്ചയും കരസ്ഥമാകും. അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇല്ലാ തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ. അഖ്ലിസ് നീ ഇഖ്ലാസ് ഉള്ളവനാവുക. വദാ ഈ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അല്ലാ തുരീദ ബിതാഅത്തിൻ ഇബാദത്ത് കൊണ്ട് നീ ഉദ്ദേശിക്കാതിരിക്കലാണ്. ഇല്ലാ തഖർറുബ മിൻ ഇലാഹിക നിൻ്റെ ഇലാഹിനോടുള്ള സാമീപ്യമല്ലാതെ മറ്റൊന്നും നീ ഉദ്ദേശിക്കാതിരിക്കലാണ്. ദിൽ കിലാ നിൻ്റെ സംരക്ഷകനായ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. ഇബാദത്ത് കൊണ്ട് നിൻ്റെ ഇലാഹാകുന്ന അള്ളാഹുവിൻ്റെ സാമീപ്യമല്ലാതെ മറ്റൊന്നും നീ ഉദ്ദേശിക്കാതിരിക്കലാണ്. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ലാ തഖ്സിദൻ മഅഹു അതോടുകൂടെ നീ ഉദ്ദേശിക്കരുത്. ഏതോടുകൂടെ? അള്ളാഹുവിൻ്റെ സാമീപ്യം മാത്രമായിരിക്കണം ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞല്ലോ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. അതോടുകൂടെ നീ ഉദ്ദേശിക്കരുത്. എന്തുദ്ദേശിക്കരുത്? തവസ്സുലൻ ഇലാ ഗറദിദ്ദുനാ. ഈ ലാ തഖ്സിദൻ മഅഹു, ലാ തഖ്സിദിൻ്റെ മഫ്ഊലാണ് തവസ്സുൽ എന്നുള്ളത്.
തവസ്സുലൻ ഇലാ ഖറലിദ്ദുനാ, ദുന്യവിയായ നേട്ടങ്ങളിലേക്ക് ചേരലിനെ നീ ഉദ്ദേശിക്കരുത്. അള്ളാഹുവിൻ്റെ സാമീപ്യത്തെ ഉദ്ദേശിക്കലോടുകൂടെ നീ എന്ത് ഉദ്ദേശിക്കരുത്? ദുന്യവിയായ നേട്ടങ്ങളിലേക്ക് ചേരലിനെ നീ ഉദ്ദേശിക്കരുത്. അതേതാണ് ആ ദുന്യവിയായ നേട്ടങ്ങൾ? കസനാഇഹിം, അവർ നിന്നെ പ്രശംസിക്കുന്നത് പോലെ, അവർ നിന്നെ പുകഴ്ത്തുന്നത് പോലെ. ഔ നഹ്വിദാക്ക, അല്ലെങ്കിൽ അതുപോലത്തത് കരസ്ഥമാകലിനെ നീ എന്ത് ചെയ്യരുത്? അതുപോലത്തത് നിന്നിലേക്ക് ചേരലിനെ നീ ഉദ്ദേശിക്കരുത്. ദുന്യവിയായ നേട്ടങ്ങളിലേക്ക് ചേരലിനെ നീ എന്ത് ചെയ്യാൻ പാടില്ല? ഉദ്ദേശിക്കാൻ പാടില്ല ഇബാദത്ത് ചെയ്യൽ കൊണ്ട്. ഏതുപോലെയാ പറഞ്ഞത്? കസനാഇഹിം, അവർ നിന്നെ പുകഴ്ത്തുന്നത് പോലെ. നീ നിസ്കരിക്കുന്ന സമയത്ത് നീ നല്ലവണ്ണം നിസ്കരിക്കുന്നവനാണ് എന്ന് ജനങ്ങൾ നിന്നെക്കുറിച്ച് പുകഴ്ത്തി പറയാൻ വേണ്ടിയായിരിക്കരുത് നീ നിസ്കരിക്കേണ്ടത്. അതല്ലെങ്കിൽ നീ പരിശുദ്ധ ഖുർആൻ ഓതുന്നത് ജനങ്ങൾ നിന്നെക്കുറിച്ച് നല്ല കാര്യമാണ്, ധാരാളം ഖിറാഅത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നവനാണ് എന്ന ലക്ഷ്യം ജനങ്ങൾ പറയണമെന്ന ലക്ഷ്യത്തോടു കൂടെ ആയിരിക്കരുത് നീ ഖുർആൻ പാരായണം ചെയ്തത്. അതാണ് ഈ വരിയിലൂടെ പറഞ്ഞത്. ലാ തഖ്സിദം മഅഹു, അതോടുകൂടെ നീ ഉദ്ദേശിക്കരുത്. അതോടുകൂടെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സാമീപ്യം മാത്രം ഉദ്ദേശിക്കുക എന്നല്ലോ. അതോടുകൂടെ നീ ഉദ്ദേശിക്കരുത്. തവസ്സുലൻ ഇലാ ഖറലിദ്ദുനാ, ദുന്യവിയായ നേട്ടങ്ങളിലേക്ക് ചേരലിനെ നീ ഉദ്ദേശിക്കരുത്. ഏതാണ് ഈ ദുന്യവിയായ നേട്ടങ്ങൾ? കസനാഇഹിം, അവർ നിന്നെ പുകഴ്ത്തുന്നത് പോലെ. ഔ നഹ്വിദാക്ക, അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ നീ ഉദ്ദേശിക്കരുത്. നിന്നിലേക്ക് ചേരലിനെ നീ എന്ത് ചെയ്യരുത്? ഉദ്ദേശിക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നഖ്റ വ നഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളത്. ഫാഖിർ, മുന്തിയത്. മുസ്തഹ, ആഗ്രഹിക്കുന്നത്. തഅല്ലമ, പഠിക്കൂ. ഫാത, നഷ്ടപ്പെട്ടു. മൻസിൽ, വീട്. ത്വാഅത്ത്, ഇബാദത്ത്. ഇബ്തല, സംശയം. ദുന, ദുന്യാവി, ഈ ലോകം. സക്ക, സംസ്കരിച്ചു. ബാക്കിയുള്ള പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തേത് നുത്തർജിമു എന്നാണ് കൊടുത്തിട്ടുള്ളത്. നംലഉൽ ഫറാഗ് നാക്കണം, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. ഒന്നാമത്തെ വഖ്നാ ബി തർക്കിൽ മുസ്തഹ ഡാഷ് വ മനാസില. വഖ്നാ ബി തർക്കിൽ മുസ്തഹ വൽ ഫാഖിരി മിമ്മ തുഅമിൻ വ മലാബിസിൻ വ മനാസില. അടുത്ത് വതഅല്ലമൻ ഇൽമൻ ഡാഷ് ഉസ്കുല. വതഅല്ലമൻ ഇൽമൻ യുസഹിഹ് ത്വാഅത്തൻ വ അഖീദത്തൻ വ മുസക്കിയൽ ഖൽബിസ്കുല. ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്. അടുത്ത ഹാദി സലാസത്തു ഡാഷ് വാഴ്ത്തില. ഹാദി സലാസത്ത് ഫർളു ഐനിൻ ഫാരിഫൻ വഅമൽ ബിഹാ തഹ്സുൽ നജാത്തൻ വാഴ്ത്തിലാണ്. ഇനി മൂന്നാമത്തെ നുജീബ്, ഉത്തരം എഴുതാനാണ്. കം റുക്കിനല്ലി തൗബത്തി, തൗബയ്ക്ക് എത്ര റുക്കിനുകളുണ്ട്, നിബന്ധനകളുണ്ട്? ആൻസർ 4. മാ അർക്കാൻ തൗബത്തി, ഏതൊക്കെയാണ് തൗബയുടെ റുക്കിനുകൾ, നിബന്ധനകൾ? 1 ദോഷങ്ങളിൽ നിന്ന് വിരമിക്കുക. 2 തെറ്റ് ചെയ്തു പോയതിൽ ഖേദിക്കുക. 3 ഇനി തെറ്റ് ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയം ചെയ്യുക. 4 ജനങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റുകളാണെങ്കിൽ അവരോട് പൊറുപ്പിക്കുക. ഇങ്ങനെ 4 നിബന്ധനകൾ. ഇനി അടുത്തത് മൂന്നാമത്തെ മൽ ഖനാഅത്തു. എന്താണ് ഖനാഅത്ത് എന്ന് പറഞ്ഞാൽ? ഭക്ഷണം, വസ്ത്രം, വീട് എന്നിവയിൽ ആഡംബരം ഒഴിവാക്കി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കലാണ് ഖനാഅത്ത് എന്ന് പറയുന്നത്. 4 ഹാദി സലാസത്ത് ഫർളു ഐനിൻ മാഹിയ. 3 കാര്യങ്ങൾ പഠിക്കൽ ഫർളു ഐനാണെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? 1 ഇബാദത്ത് സ്വഹീഹാകാൻ ആവശ്യമായ അറിവ് പഠിക്കുക, അഥവാ ഫിഖ്ഹ് പഠിക്കുക. വിശ്വാസം സ്വഹീഹാകാൻ ആവശ്യമായ അറിവ് പഠിക്കുക, അഥവാ അഖീദ പഠിക്കുക. ഹൃദയം സംശുദ്ധമാകാനും സംസ്കരിക്കപ്പെടാനും ആവശ്യമായ അറിവ് പഠിക്കുക, അഥവാ തസവ്വുഫ് പഠിക്കുക. അതാണ് 3 അറിവുകൾ. 5 മൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്നാൽ എന്ത്? ആൻസർ ഇബാദത്ത് കൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. ഇനി 4മത്തെ നക്തുബ് കമാഫിൽ മിസാലി. ഉദാഹരണത്തിലുള്ളതുപോലെ ഇതാണ്. 1 നദിമ, ഖേദിച്ചു. അപ്പം നദാമത്ത് പറഞ്ഞാൽ ഖേദം. അടുത്ത് തെറക്ക പറഞ്ഞാൽ ഉപേക്ഷിച്ചു. അപ്പോൾ തെർക്കുൻ ഉപേക്ഷിക്കൽ. അടുത്ത് അത്വാ പറഞ്ഞാൽ അനുസരിച്ചു. അപ്പോൾ ഇത്വാഅത്ത് അനുസരണ. നജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. നജാത്ത് പറഞ്ഞാൽ രക്ഷ. അടുത്ത രണ്ടാമത്തേത് പിന്നെ ഉദാഹരണത്തിലുള്ളതുപോലെ എഴുതാനുള്ള രണ്ടാമത്തെ ഖനാ, ഇഖ്നാ. അടുത്തത് തൊലബ, ഉത്തുലുബ്. തഅല്ലമ, തഅല്ലം. ആ രീതിയിൽ എഴുതുക. അംറുഫിൽ എഴുതാനാണ് അവിടെ. 3മത്തെ യുരീദു. യുരീദു പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ പുറത്ത് ലാ യുരീദു, ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതേപോലെ ബാക്കിയുള്ളത് എഴുതണം. യദ്ഹബു പോകുന്നു, ലാ യദ്ഹബു പോകുന്നില്ല. ലാ കൂട്ടി കൊടുക്കുന്നു.
തഅല്ലമ പഠിക്കുന്നു, ലാ യതഅല്ലമു പഠിക്കുന്നില്ല. അടുത്ത 4 ഇദ്ഹബ് നീ പോകുന്നതാണ്. അപ്പോൾ ലാ തദ്ഹബ് നീ പോകരുത്. അപ്പോൾ ഉക്കുസുദ് എഴുതിയിട്ട് എന്ത് ചെയ്യണം? ലാ തക്സുദ്. അടുത്ത് ഉത്തുറുക്ക് ലാ തത്തുറുക്ക് എന്നിങ്ങനെ എഴുതി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇതോടെ പാഠത്തിലെ തദ്രീബാത്തും കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമു പഠിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.